ലിതേഷ് സർ, പണ്ട് പ്രായമായ അമ്മച്ചിമാരും മുത്തശ്ശിമാരൊക്കെ കൊച്ചുമക്കളോടും അങ്ങനെയുള്ള കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, എല്ലാ സ്ഥലത്തു നിന്നും പോയി എല്ലാം ഒന്നും വാങ്ങിച്ച് കഴിക്കരുത് എന്ന്. അത് കുഴപ്പമാണത്രേ. പക്ഷേ ഇത് അന്ന് നമുക്കൊന്നും മനസ്സിലായിട്ടില്ല ഇത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നതെന്നുള്ളത്. പിന്നീടാണ് മനസ്സിലായത് ഇത് കൈവശം എന്ന് പറഞ്ഞൊരു കാര്യത്തെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരങ്ങനെ പറയാറുള്ളായിരുന്നത്. കൈവശം ഒരാൾക്ക് ഏറ്റുകഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക? കൈവശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ക്ഷേളഭുക്തി എന്നൊക്കെ പറയും. ജ്യോതിഷ വിധി പ്രകാരമൊക്കെ നമ്മൾ പറയുമ്പോൾ ക്ഷേളഭുക്തി എന്നാണ് പറയുക. അതായത് നമ്മുടെ ഉള്ളിലേക്ക് ക്ഷേളം, വിഷം എന്തെങ്കിലും ഒന്ന് ചെല്ലുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ കൈവശം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട് വരുന്നത് മാനസികമായിട്ടുള്ള തളർച്ച, വിഭ്രാന്തി, എല്ലാത്തിനോടും ഒരു അലസത വരും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് മര്യാദയ്ക്ക് നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യില്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ട് നമുക്ക് എല്ലാത്തിലും ഒരു കാര്യതടസ്സം വരും. ഇത്തരത്തിലാണ് കൈവശം വർക്ക് ചെയ്യാറ് പൊതുവെ. അപ്പോൾ ഇതിന് നമുക്ക് പരിഹാരങ്ങൾ, ഇത് നമുക്ക് പരിഹാരം എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് ഇത് വരാതിരിക്കാൻ നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും ഭക്ഷണം, നമുക്ക് അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി എപ്പോഴും വരും. അപ്പോൾ ഇത് നമുക്ക് നമ്മളിലേക്ക് എത്താതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ട്? അതായത് ഈ കൈവശം എന്ന് പറയുമ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേവലം ആ വസ്തുവിൽ ഫുഡിൻ്റെ കാര്യമല്ല. കാരണം ഭക്ഷണം നമ്മുടെ ഇതിപ്പം പൊതുവേ ഉള്ള ഒരു സംസാരം ഉണ്ടല്ലോ, നമുക്ക് ഈ ഭക്ഷണം ഇങ്ങനെ വയറ്റിൽ കിടന്നിട്ട് അല്ലേ ഛർദ്ദിക്കുമ്പോൾ ഈ സാധനം ഫുഡ് പാർട്ടിക്കിൾസ് പുറത്തേക്ക് വന്നു, പണ്ട് കഴിച്ച പുട്ട് കഷ്ണം വന്നു, കടല വന്നു എന്നൊക്കെ പറയും. ഇത് നമ്മുടെ വയറ്റിനകത്ത് നമുക്കറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ വയറിന് ദഹനരസം, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന എൻസൈം, അതിനകത്തേക്ക് എന്ത് ചെന്നാലും ദ്രവിച്ചു പോകും അല്ലേ, അത്രയും സ്ട്രോങ് ആണ് അത്. അതിനകത്ത് ഇതൊന്നും നിൽക്കില്ല. ഈ ഭക്ഷണ വസ്തു എന്തായാലും ദഹിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് അത് വേണ്ടതൊക്കെ എടുത്ത് വേസ്റ്റൊക്കെ പുറന്തള്ളി ഇത് പോയി കഴിയും. ഇത് കിടക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പം ഈ ഭക്ഷണത്തിൽ അപ്പുറത്തേക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ചില മന്ത്രങ്ങളുണ്ട്. ഈ മന്ത്ര ചൈതന്യമാണ് നമുക്കുള്ളിൽ ചെന്നിട്ട് പ്രശ്നമാകുന്നത്, മനസ്സിലായി? അപ്പം നമ്മൾ ചില പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ നെയ്യൊക്കെ ജപിച്ച് കൊടുക്കില്ലേ? അപ്പോൾ വെറും നെയ്യല്ല, അതിൽ മന്ത്രം തൊട്ട് ജപിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ മന്ത്രം തൊട്ട് ജപിച്ച് കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് അതിനകത്തൊരു മന്ത്ര ചൈതന്യത്തെ സന്നിവേശിപ്പിച്ച് കൊടുക്കുന്നു. ഈ ചൈതന്യമാണ് അവിടെ വർക്കൗട്ട് ആകുന്നത്.